ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് പെഡിക്യൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സലൂണിലാണ് വന്നിട്ടുള്ളത്. പെഡിക്യൂർ മാത്രമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയും കുറച്ച് സർവീസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ കട്ടിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ കാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലോണം ടാൻ ഉണ്ട്, അതുപോലെ നല്ലോണം ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർ നെയിൽ പോളിഷൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത വന്നിട്ട് നോർത്ത് ഇന്ത്യൻസാണ് പെഡിക്യൂർ ചെയ്യുന്നത്. വളരെ സൂപ്പറായിട്ട് അവർ മസാജൊക്കെ ചെയ്തു തരും കേട്ടോ. നല്ല റിലാക്സിങ് ആയിട്ട് നമുക്ക് ഇരിക്കാം. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ കാരണം ഞാൻ വീഡിയോയിൽ കുറേ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാരണം എന്താ പറയുക, മസാജൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ലെങ്ത്തും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഓരോ സർവീസുകൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് വീഡിയോയിലായിട്ട് ഇടാം. എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു കംപ്ലീറ്റ് ഗ്ലോ അപ്പ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അവർ നെയിൽസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ഫയൽ ചെയ്ത് തന്നു. എൻ്റെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം, കുറച്ച് ഷോക്കാണ്, നല്ലോണം ടാൻ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ കാര്യമായിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വന്നിട്ട് പെഡിക്യൂർ ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ നന്നായിട്ട് നോക്കിക്കോ. ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും, ആ ഒരു ഡിഫറൻസ് ശരിക്കും കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഗ്ലോയി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ സെലക്ട് ചെയ്തപ്പോൾ. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേൻ്റെ ടോപ്പിൻ്റെ എക്സാക്റ്റ് മാച്ച് ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നെയിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ഫയൽ ചെയ്തതിന് ശേഷം നല്ല ചൂടുവെള്ളത്തിൽ കാല് ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് ക്യൂട്ടിക്കൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് നെയിൽസിൽ. അങ്ങനെ ക്യൂട്ടിക്കൽ ക്രീമൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചു. വെള്ളത്തിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലിക്വിഡ് സോപ്പും അതുപോലെ ഡെറ്റോളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കാല് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവർ നെയിൽസ് നന്നായിട്ട് ഇതുപോലെ ടോപ്പ് ലെയർ റിമൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ നെയിൽസിൻ്റെ സൈഡിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തു. ഇവർ ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അവരുടെ കൈകളുകൊണ്ട് എൻ്റെ കാല് പിടിച്ചപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ആൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്യാതെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനും അലോ ചെയ്തു. യൂഷ്വലി ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് നമ്മുടെ കാലിൽ ഒരുപാട് ഡെഡ് സ്കിൻസും അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാകും എത്ര വാഷ് ചെയ്താലും. അപ്പോൾ നമുക്ക് അത് ശരിയായിട്ട് തോന്നില്ല അല്ലേ. പക്ഷേ പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു അങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ എൻ്റെ നെയിൽസിൻ്റെ സൈഡിലത്തെയൊക്കെ കുറേ ഡെഡ് സ്കിൻസൊക്കെ ഇങ്ങനെ ഇതുപോലെ എടുത്തു കേട്ടോ. കുറേ ടൈം എടുത്ത് നല്ല ക്ഷമയോട് കൂടിയിട്ടാണ്, വളരെയധികം ഡെഡിക്കേഷനോട് കൂടിയിട്ടാണ് ചെയ്തു തന്നത്. It's funny how things change in an instant. Doesn't take much thinking, but everyone can feel the air. Do you know I'm fading from you? I can't say it, I hate the truth, boy.
It's funny how things change in an instant. Doesn't take much thinking, but everyone can feel the air. Do you know I'm fading from you? I can say it, I hate the truth, boy. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കാലിൻ്റെ അടിയിലത്തെ ഡെഡ് സ്കിൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്തു. വളരെയധികം നീറ്റായിട്ടാണ് അവർ ചെയ്തു തന്നത്. കാലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഉപ്പൂറ്റിയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത്. എനിക്ക് ഉപ്പൂറ്റിയിൽ ചെറുതായിട്ട് വിൻഡുകളിലൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വെതറും കുറച്ച് തണവായതുകൊണ്ട് തന്നെ വിൻ്ററിൽ നോക്കണ്ട, എന്തായാലും കാലുവിള്ളൽ അത് ഉറപ്പാണ്, എത്ര തന്നെ ശ്രദ്ധിച്ചാലും. പെഡിക്യൂർ ചെയ്യുന്ന കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൺട്രോളായിട്ട് വരുന്നുണ്ട്. Is it only me? Do you feel I'm sinking? Trying desperately. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈലർ വെച്ചിട്ടാണ് കാലിൻ്റെ അടിഭാഗം നന്നായിട്ട് സ്ക്രബ് ചെയ്തത്. കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച കാരണം കാലിൻ്റെ അടിയിലത്തെ ആ ഒരു സ്കിന്നൊക്കെ വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാല് വന്ന് റിമൂവ് ചെയ്തിട്ടുള്ള ഡെഡ് സ്കിന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അതിനും മാത്രം ഉണ്ടായിരുന്നു വൈറ്റ് കളർ, ഇങ്ങനെ ചെറുതായിട്ട് പൊടി പോലെ ഇങ്ങനെ ഉണ്ട പോലത്തെയൊക്കെ ഫുള്ള് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുഴുവൻ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നാണോ വന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു, അത്ര അധികം ഉണ്ടായിരുന്നു. ഇനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെയിനായിട്ടുള്ള ഭാഗം കാല് മസാജ് ചെയ്യൽ. നല്ല സൂപ്പറായിട്ട് മസാജ് ചെയ്തു തന്നു. കാല് വളരെയധികം റിലാക്സിങ് ആയിരുന്നു. എസ്പെഷ്യലി എൻ്റെ കാലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ 2 നേരം സുംബ ക്ലാസ്സസും ഡാൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കാരണം കാലിന് എപ്പോഴും ചെറിയ വേദനയും ഒരു സോർനെസ്സൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ മസാജ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. അല്ലെങ്കിലും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മുടെ കാലൊക്കെ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മസാജ് ചെയ്ത് തരുന്ന ഒരാളാണെങ്കിൽ എത്ര രസമായിരിക്കും അല്ലേ. അപ്പോൾ പെഡിക്യൂറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് മസാജിങ്. സൂപ്പറായിട്ട് മസാജ് ചെയ്തു. മസാജിങ് ക്രീം ഇട്ടിട്ട് കാലിൻ്റെ പാദം മാത്രമല്ല കാലിൻ്റെ കുറച്ചും കൂടി മേൽഭാഗം വരെ നല്ല അടിപൊളിയായിട്ട് മസാജ് ചെയ്ത് തന്നു. മസാജിങ് ചെയ്തതിന് ശേഷം പിന്നെ നെയിൽസിൻ്റെ ഭാഗത്ത് ചെറിയ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി വന്നിട്ടുള്ള കുറച്ച് ഡെഡ് സ്കിൻസും അഴുക്കുകളൊക്കെ നന്നായിട്ട് പോയി. അതിനുശേഷം പാദത്തിൻ്റെ മേൽഭാഗം ഇതുപോലെ തന്നെ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തു. 2 ഫീറ്റും നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ പാക്കാണ് ഇട്ടത്. കാലിൻ്റെ മേൽഭാഗം വരെ, പാദവും പിന്നെ കാലിൻ്റെ മേൽഭാഗം വരെ പാക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ 2 കാലുമ്മലും ഇട്ടിട്ട് ഞാനൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കാലുമ്മ ഇടേണ്ട നെയിൽ പോളിഷിൻ്റെ കളർ ചൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. It's funny how things change in an instant. Doesn't take much thinking, but everyone can feel the air. Do you know I'm fading? അങ്ങനെ അരമണിക്കൂറിന് ശേഷം പാക്കൊക്കെ നന്നായിട്ട് കഴുകി കാലൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിട്ടോ. പിന്നെ ഇട്ടത് ഒരു മസാജിങ് ജെല്ലാണ്. ലാസ്റ്റ് നമ്മുടെ പെഡിക്യൂറിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് കേട്ടോ ഇത്. ഒരു മസാജിങ് ജെല്ലിട്ടിട്ട് എഗെയിൻ നന്നായിട്ട് മസാജ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഈ പാർലറിൽ വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പെഡിക്യൂർ ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റാഫിനെ തന്നെ സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യും. എനിക്ക് ആൾ തന്നെ ചെയ്താൽ മതി, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്, ഒരു മടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ മസാജിങ്ങും ലാസ്റ്റത്തെ മസാജിങ്ങും എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തു. നെയിൽ പോളിഷ് ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് അവിടെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ല കളറായിട്ട് തോന്നി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മങ്ങി തുടങ്ങിയപ്പോൾ ഒരു വൃത്തികെട്ട ഒരു കളറിലേക്ക് ആയി പോയിട്ടാ. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്ത വശം ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് വൈബ്രൻറ്റ് കളർ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾ എൻജോയ് ചെയ്തോ? ഇഷ്ടമായാലും എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.